ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതലുള്ള വാക്യങ്ങളിലൂടെ നിത്യതയുടെ വെളിച്ചം ലഭിച്ച മനുഷ്യരാകാനായിട്ട് വചനം നമ്മളെ വിളിക്കുകയാണ്. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. അതിനുശേഷം അവൻ ആ അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ പശ്ചാത്തലം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയാണ്. അവൻ നൽകുന്ന അപ്പം അവൻ്റെ ശരീരമാണെന്ന് അവൻ അവരെ പഠിപ്പിക്കുകയാണ്. അവനിപ്രകാരം പഠിപ്പിക്കുമ്പോൾ അവൻ്റെ കേൾവിക്കാരിൽ ആർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവനോട് പറയുന്നുണ്ട്, ഈ വചനം കഠിനമാണ്. ഈ അപ്പം നിന്റെ ശരീരമാണെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് പ്രയാസമാണ്. നമുക്കിന്ന് പ്രയാസമായിരിക്കുമല്ലേ? നമ്മുടെ നാവിലേക്ക് വെച്ച് തരുന്ന ആ തിരുവോസ്തി ഈശോയുടെ ശരീരമാണെന്നുള്ള ബോധ്യത്തിൽ നമ്മളിൽ എത്ര പേര് സ്വീകരിക്കുന്നുണ്ട്? അങ്ങനെ നമ്മൾ സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ ദേവാലയത്തിലെ നിലപാടുകളൊന്നും ഇങ്ങനെ ആകില്ലായിരുന്നല്ലേ? ആ അപ്പം അവൻ്റെ ശരീരമാണെന്നുള്ള ബോധ്യം നമ്മുടെ നെഞ്ചിലുണ്ടെങ്കിൽ നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുന്ന ഇങ്ങനെയൊന്നും ആകില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ആ ബോധ്യങ്ങളൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പലരും ഇത് കഠിനമാണെന്ന് പറഞ്ഞ് അവനുപേക്ഷിച്ചു പോവുകയാണ്. ഈശോ ആരെയും തിരിച്ചു വിളിച്ചില്ല. അതാണ് അവൻ്റെ പഠനത്തിൻ്റെ ആധികാരികത. വാക്കിനെ ജീവിതമാക്കിയവന് പിന്നെ ആരുടെയും പിന്തുണയുടെ ആവശ്യമില്ലായിരുന്നു. അവിടെ കോംപ്രമൈസുകളുടെ ആവശ്യമില്ലായിരുന്നു. ആളുകളെ ഒപ്പം നിർത്താനായിട്ട് ആശയങ്ങളിൽ വെള്ളം ചേർക്കേണ്ട അവൻ ആവശ്യമില്ലായിരുന്നു. കാരണം അവൻ്റെ വചനം അവൻ്റെ ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് ആരെയും തിരിച്ചു വിളിച്ചില്ല. നമുക്ക് ഇരുന്ന് സംസാരിക്കാം, ഒരു കൃത്യമായിട്ട് സംസാരിച്ച് നമുക്കൊന്ന് പരിഹരിക്കാൻ നാം പറഞ്ഞില്ല, പൊക്കോളാനാ പറഞ്ഞത്. എന്നിട്ട് കൂടെ നിൽക്കുന്ന 12 പേരോട് ചോദിക്കും, നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമില്ലേ? എന്തൊരു ചോദ്യമാണല്ലേ! ആകപ്പാടെ 12 പേരെ കൂടെയുള്ള അവരോടും ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോകാനായിട്ട് ആഗ്രഹമില്ലേ? പത്രോസിൻ്റെ മറുപടിയാണ്, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? കാരണം നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണുള്ളത്. എവിടെയെല്ലാം അലഞ്ഞാലും എത്രയൊക്കെ ഓടി നടന്നാലും നിനക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ സൗഖ്യപ്പെടുത്താനായിട്ട് കഴിയില്ല. അതാണ് പത്രോസിന്റെ മറുപടി. നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കൽ. നിത്യതയുടെ വെളിച്ചം കിട്ടിയ ഒരാൾക്ക് മാത്രമേ ഈശോയെ അനുഗമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മളൊന്നിരുന്ന് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തെ അനുഗമിക്കുന്നത്? ആരാണല്ലെങ്കിൽ ഈശോയെ ഉപേക്ഷിച്ചു പോകുന്നത്? നിത്യത എന്ന വെളിച്ചം കിട്ടാത്ത ഒരാൾക്ക് ഒരിക്കലും ദൈവത്തെ അന്വേഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ ലോകത്തിന് വേണ്ടിയിട്ട് മാത്രം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും കാട്ടിലും ദുർഭകരാണ്. അതാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിന് വേണ്ടി മാത്രമാണോ ഞാനും നിങ്ങളും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്? പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് അവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ? അവൻ്റെ മറുപടി എന്താണ്? എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഈ ഭൂമിയുടേതല്ല. എന്നിട്ടും നമ്മൾ അവനോടൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഈ ഭൂമിയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ അവനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ മറ്റെന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ പലപ്പോഴും വിശുദ്ധ കുർബാന നിങ്ങളുടെ നാവിലേക്ക് വെക്കുമ്പോൾ ഓർക്കാറുണ്ട്. നിങ്ങളുടെ നാവിലേക്ക് വിശുദ്ധ കുർബാന തരുമ്പോൾ അച്ഛൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ആത്മീയ വിരുന്ന് നിത്യജീവന് കാരണമാകട്ടെ. നാവിലേക്ക് പരിശുദ്ധ കുർബാന നൽകുമ്പോൾ പുരോഹിതന്റെ പ്രാർത്ഥന ഏതാണ്? ആത്മീയ വിരുന്ന് നിത്യജീവന് കാരണമാകട്ടെ. ഈ ആത്മീയ വിരുന്ന് സ്വീകരിച്ച് നമ്മൾ ആരെങ്കിലും ഇന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
കർത്താവേ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേന്ന്. നമ്മളെന്ത് പ്രാർത്ഥിക്കും? പിള്ളേരുടെ വിസയൊക്കെ റെഡിയാകണേ, മോടെ കല്യാണം പെട്ടെന്ന് നടക്കണേ, ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണേ, എൻ്റെ ജീവിതത്തിൻ്റെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും സുസ്ഥിരമാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ രാജ്യം ഐഹികമല്ലെന്നും നൽകപ്പെട്ട വിശുദ്ധ കുർബാന നിത്യജീവിതത്തിലേക്കുള്ള കവാടമാണെന്നും പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കുകയാണ്. എൻ്റെ ജീവിതം നിത്യതയിലേക്ക് കടക്കാനായിട്ട് ഈ അപ്പം എന്നേക്ക് തുണയാകണേ എന്ന്. ഇപ്രകാരം ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോയതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. നിത്യത എന്ന സ്വപ്നം നഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നെ ദൈവത്തെ അതിവേഗം ഉപേക്ഷിച്ച് കടന്നു പോകും. യൂദാസിൻ്റെ അനുഭവം അതാണ്. സ്വർഗമെന്ന ചിന്ത നഷ്ടപ്പെട്ടു പോകുന്ന ഒരാൾ 30 വെള്ളി നാണയത്തിന് തമ്പുരാനെ ഒറ്റിക്കൊടുക്കുകയാണ്. കാരണം അവൻ്റെ ചിന്ത ഈ ഭൂമിയുടെ കൊച്ചു സന്തോഷങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഇരുന്നിനി ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയം ഇതാണ്. എന്തിനു വേണ്ടി ഞാൻ തമ്പുരാനെ അനുഗമിക്കുകയാണ്? നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണോ? ഈ ലോകത്തിന് അപ്പുറത്തേക്കൊരു ജീവിതമുണ്ടെന്നുള്ള ബോധ്യത്തിലാണോ ഞാൻ തമ്പുരാൻ്റെ പിന്നാലെ നടക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ അവനോട് ചോദിക്കുന്നതൊക്കെ അവൻ നമുക്ക് നൽകുന്നതുകൊണ്ടാണ് മിശിഹ പഠിപ്പിച്ചത്, നിങ്ങൾ ഒന്നാമതായിട്ട് അവൻ്റെ രാജ്യം അന്വേഷിക്കണം. ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ ആദ്യം അന്വേഷിക്കേണ്ടത് അവൻ്റെ രാജ്യമാണ്. അവിടെ ബാക്കിയെല്ലാം നൽകപ്പെടുന്നതാണ്. നമ്മൾ ഈ തലമുറയോട് ഇനി പഠിപ്പിക്കേണ്ടിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ച് കടന്നു പോകുന്ന നമ്മുടെ കുഞ്ഞുമക്കളോട് നമ്മൾ ഇനി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നതാണ് ഒന്നാമതായിട്ട് ദൈവരാജ്യം അന്വേഷിക്കുവാനായിട്ട്. ഈ ഭൂമിക്കപ്പുറം ഒരു ജീവിതമുണ്ടെന്നും സ്വർഗമെന്നൊരു നിത്യത എന്നൊരു ചിന്തയുണ്ടെന്നും കുഞ്ഞുങ്ങളിലേക്ക് നമുക്കിനി ഒരു വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയാതെ പോകുന്നെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ഭീകരമായൊരവസ്ഥയാണ്. ഞാൻ ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ കുർബാന നടക്കുമ്പോൾ പള്ളിയുടെ CCTV ക്യാമറയ്ക്കകത്ത് നോക്കാറുണ്ട്. മുറിയിരിക്കുമ്പം വല്ലപ്പോഴുമൊക്കെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ കുർബാന അർപ്പിക്കുമ്പോൾ മൊബൈൽ ഫോണിലിരുന്ന് കളിക്കാനും മെസ്സേജ് അയക്കാനും മടിയില്ലാത്തൊരു തലമുറ വളർന്നു വരുന്നു. ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ ഈ ബലിപീഠത്തിൽ അവൻ്റെ ശരീരവും രക്തവുമായിട്ട് അപ്പവും വീഞ്ഞും രൂപാന്തരപ്പെടുമ്പോൾ ഇതെൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ് നാവിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈ മഹാത്ഭുതം നടക്കുമ്പോൾ ആ അത്ഭുതത്തിൻ്റെ ശ്രേഷ്ഠതയറിയാതെ ഒരു തലമുറ ചുറ്റുപാടും ഇരുന്ന് ഈ കാലഘട്ടത്തിൻ്റെ കൊച്ചു സന്തോഷങ്ങൾക്ക് പിന്നാലെ പരക്കം പായുകയാണ്. എന്തിനു വേണ്ടിയിട്ട് പരക്കം പായുന്നു? നൈമിഷികമായിട്ടുള്ള ഈ ഉടലിൻ്റെ കേവലം ചില സന്തോഷങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ട് ഒരു തലമുറ പരക്കം പായുമ്പോൾ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമുക്കൊരു ധാർമ്മികമായ കടമയുണ്ട്, മറക്കരുത്. നിത്യത എന്ന സ്വപ്നങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റണം. എല്ലാം നേടിക്കൊടുത്തിട്ട് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ ഞാനും നിങ്ങളും തോറ്റുപോയ മനുഷ്യരാണ്. മക്കൾക്ക് വേണ്ടി നമ്മളെല്ലാം നേടിക്കൊടുത്തു, ദൈവത്തെ കൊടുത്തില്ലെങ്കിൽ തോറ്റുപോയ മനുഷ്യരാണ്. ഒരു പുരോഹിതൻ എന്ന രീതിയിൽ മിശിഹായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ, അവൻ ഏക രക്ഷകനും നാഥനുമാണെന്ന് എന്നെ കൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോറ്റുപോയ പൗരോഹിത്യമാണ് എൻ്റെത്. ഒരപ്പനും അമ്മ എന്ന രീതിയിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളിലേക്ക് നിത്യതയുടെയും രക്ഷയുടെയും സ്വപ്നങ്ങളൊക്കെ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോയ മാതാപിതാക്കന്മാരാണ്. ഈ ബലിയർപ്പിക്കുമ്പോൾ ഒന്ന് നെഞ്ചിൽ കൈവച്ചിട്ടൊന്ന് ചോദിക്കാൻ പറ്റണം, ഞാനും നിങ്ങളുമൊക്കെ തോറ്റുപോയ മനുഷ്യരാണോ എന്ന്. തോൽവി സംഭവിക്കുന്നു ഈ ദൈവത്തെ നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും. ഒരു 4 വർഷത്തിനപ്പുറത്തേക്ക് ഞാനിങ്ങനെ ഒന്ന് ഓർക്കുകയാണ്. നേരത്തെ ഇരുന്ന പള്ളി വെച്ച് ഒരു പള്ളിപ്പണി എങ്ങനെ നടത്തേണ്ടി വന്നു. ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ സഹകരിച്ച് എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. വെഞ്ചരിപ്പിൻ്റെ ദിവസമൊക്കെ നിശ്ചയിച്ചിങ്ങനെ മുൻപോട്ട് പോവുകയാണ്. നമ്മൾക്കറിയാം, ഒരു പണി തുടങ്ങിയാൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നത് പോലെ പണികൾ മുമ്പോട്ട് പോയില്ല. പണിക്കാരുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ താമസങ്ങളുണ്ടാകും. ഇതിങ്ങനെ താമസിക്കുന്നു, വല്ലാത്തൊരു ആകുലതയാണ്. പിന്നെ പൊടിക്കകത്ത് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ചുറ്റുപാടും പൊടിയായപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളുമാണ്. ഒരു തരത്തിലും ഇതുമായിട്ട് മുൻപോട്ട് പോകാനാവാത്തൊരവസ്ഥ. ജനം കൈവളലിങ്ങനെ സപ്പോർട്ട് ചെയ്തച്ച കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു ദിവസം വല്ലാതെ അസ്വസ്ഥമാകുമ്പോൾ ഞാൻ കൊച്ചനെ വിളിച്ച, മോനെ വാ നമുക്കൊന്ന് പോകാം അവരുടെ വരെ.
ഞാൻ എൻ്റെ കുമ്പസാരിക്കാരൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്നു. ഞാൻ കുമ്പസാരിച്ചില്ല. അച്ഛൻ്റെ അടുത്ത് മുമ്പിൽ ഇരുന്ന് എൻ്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അച്ഛാ, പള്ളിക്കൂദാശയുടെ ദിവസം നിശ്ചയിച്ചു. ഞാൻ പിടിക്കുന്നിടത്തൊന്നും കാര്യങ്ങളൊന്നും എത്തുന്നില്ല. ആകപ്പാട് അസ്വസ്ഥതയാണ്. അച്ഛൻ എന്നെ ഏതാണ്ടൊരു 40 മിനിറ്റോളം ഞാൻ പറഞ്ഞതെല്ലാം ഇരുന്ന് കേട്ടു. അവസാനം എന്നോട് ഒറ്റ വാക്ക് മറുപടി പറഞ്ഞു. 87 വയസ്സുള്ള എൻ്റെ മുൻപകാരിയായിരുന്ന അന്ന് എൻ്റെ കുമ്പസാരക്കാരൻ അച്ഛനോട് ഒറ്റ വാക്ക് മറുപടി പറഞ്ഞു. എടാ മോനെ, നീ പോയി ഇന്ന് മുതൽ മനസ്സ് ഒറ്റ കാര്യം പറയാമുള്ളൂ. വിശ്വാസ പ്രമാണത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, നിത്യായുസ്സിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് മാത്രം പറഞ്ഞു കിടന്നാൽ മതി. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം തോന്നി ഇതെന്തോന്നും മറുപടിയോ വല്ലാത്തൊരു ഭാരമായിട്ട് ചെന്ന ഒരാളോട് പറയുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, നിത്യായുസ്സിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് നടക്കാൻ പറഞ്ഞു. എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥന എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ ഞാനത് തന്നെ പറഞ്ഞു കിടക്കാൻ തുടങ്ങി. നിത്യായുസ്സിലും ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് അത്ഭുതകരമാണ്, അന്നത്തെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. പണിക്ക് പോലെ വേഗത കൂടിയില്ല, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മാറുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സ് ശാന്തമാവുകയാണ്. എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ദൃഢതയും വിശ്വാസവും ഉണ്ടാവുകയാണ്. നിശ്ചയിക്കപ്പെട്ട ദിവസം കൃത്യമായിട്ട് കൂദാശ നടക്കപ്പെടും. അത് നടത്തപ്പെട്ടു. നിത്യായുസ് എന്നൊരു സ്വപ്നം ഹൃദയത്തിൽ പേറുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് ഇടപെട്ടുകൊള്ളും. നിത്യായുസ് എന്ന സ്വപ്നം നഷ്ടപ്പെട്ടു പോയാൽ ഈ ഭൂമിയിൽ നമ്മളൊക്കെ എന്തെല്ലാം തേടി വെച്ചാലും ഒന്നും നമ്മളെ സ്വസ്ഥരാക്കുകയില്ല. നമുക്ക് കുർബാന അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. നിത്യജീവൻ്റെ അപ്പം പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ഈ മനോഹര നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ചിന്തകളും എൻ്റെ വിചാരങ്ങളൊക്കെ നിത്യത എന്ന സ്വപ്നത്തിലേക്ക് നീ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കുർബാന അർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.